മാവേലിക്കരയുടെ വികസനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ധൃതി പിടിച്ചുള്ള റോഡ് നിർമ്മാണവും കെട്ടിട നിർമ്മാണവുമാണെന്ന മിഥ്യാധാരണയുള്ള MLA-മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറയുന്നത് റോഡ് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനോടും ഒപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കു കൂടി പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഓണാട്ടുകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിരുന്നു കൃഷി എന്ന് പറയുന്നത്. എന്നാൽ ഈ കൃഷി ചെയ്ത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണം തന്നെയാണ്. കാട്ടുപന്നികൾ പോലെയുള്ള വന്യജീവികൾ നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല എന്നത്. ഇതിൽ ഇടപെടേണ്ട ഹോർട്ടികോർപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആവശ്യമായ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സോ അതേപോലെ സിന്തറ്റിക് ട്രാക്കുകൾ പോലെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനാണെങ്കിലും എൻ്റെ ചേച്ചിമാരാണെങ്കിലും എല്ലാവരും പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോയിട്ടാണ് നമ്മുടെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് തന്നെയുള്ള ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ജൂഡോ ക്ലബ്ബ്. അവിടെ കുട്ടികളെ ജൂഡോ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കാറ്ററിംഗ് വർക്കുകൾക്കുമൊക്കെ പോയാണ് ഈ 5 വർഷത്തെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏവർക്കും നമസ്കാരം. മാവേലിക്കരയിലെ ജനഹൃദയങ്ങളുടെ തുടിപ്പറയുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന, അനേകം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള, മണ്ഡലത്തിൻ്റെ സ്വപ്നങ്ങൾ ആർജവത്തോടെ നിറവേറ്റാനായി നിരന്തരം പരിശ്രമിക്കുന്ന കുമാരി മുത്താര രാജാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ ചേച്ചി ഈ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ദിയ. UDFൻ്റെ മാവേലിക്കരയിലെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയായിട്ട് ചേച്ചിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് ചേച്ചിയെ പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്. ചേച്ചിയുടെ രാഷ്ട്രീയവും ജീവിതവും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചാവടി സ്കൂളിലായിരുന്നു. അതിനുശേഷം VVH സ്കൂളിലും, പിന്നീട് കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് BBA LLB ബിരുദം കരസ്ഥമാക്കുകയും പിന്നീട് മാവേലിക്കര ബാർ അസോസിയേഷനിലെ അഭിഭാഷകയായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. അപ്പോൾ അതിൽ അച്ഛൻ മേശിരിപ്പണി ചെയ്യുന്നു, അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അതേപോലെ വീട്ടിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും ഞങ്ങളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഈ പഠനത്തോടൊപ്പം രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നും നേരിട്ടിട്ടില്ല. കാരണം അവിടുത്തെ KSUവിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ അതിനൊരുപാട് സഹായിച്ചിട്ടുണ്ട്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേയേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും, പ്രത്യേകിച്ച് 3 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ ലോ കോളേജിലേക്ക് പോകുന്നത്. അപ്പം അവിടെ നമ്മുടെ പുസ്തകങ്ങൾ വാങ്ങാനാണെങ്കിലും മറ്റ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പണം വീട്ടിൽ നിന്നും അയക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിലും എൻ്റെ ചേച്ചിമാരാണെങ്കിലും എല്ലാവരും പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോയിട്ടാണ് നമ്മുടെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് തന്നെയുള്ള ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ജൂഡോ ക്ലബ്ബ്. അവിടെ കുട്ടികളെ ജൂഡോ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കാറ്ററിംഗ് വർക്കുകൾക്കുമൊക്കെ പോയാണ് ഈ 5 വർഷത്തെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് LDF ഭരണത്തിലുള്ള മാവേലിക്കര മണ്ഡലത്തിൽ ഈ ഇലക്ഷനിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ? ആ ഒരു ചോദ്യത്തിനോട് ചേച്ചി എങ്ങനെ പ്രതികരിക്കുന്നു? സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം 10-15 വർഷക്കാലമായി ഇടത് മീഡിയ ഹാൻഡിലുകൾ സ്ഥിരമായി ചോദിക്കുകയും അതിന് അവർ അണികളെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. മാവേലിക്കരയുടെ വികസനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ധൃതി പിടിച്ചുള്ള റോഡ് നിർമ്മാണവും കെട്ടിട നിർമ്മാണവുമാണെന്ന മിഥ്യാധാരണയുള്ള MLA-മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറയുന്നത് റോഡ് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനോടും ഒപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കു കൂടി പ്രാധാന്യം നൽകുന്നതായിരിക്കും. അപ്പോൾ വികസനത്തെ പറ്റിയുള്ള ചേച്ചിയുടെ കാഴ്ചപ്പാട് ചേച്ചി പങ്കുവെച്ചു. അപ്പം അതിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് തൊഴിൽ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവജനങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്ന ഒരു കാര്യം കണ്ടുവരുന്നുണ്ട്. അപ്പം ചേച്ചി മാവേലിക്കര മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്?
മാവേലിക്കര മാത്രമല്ല, കേരളം മൊത്തത്തിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വിദ്യാസമ്പന്നരായ ആളുകൾ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുകയും അതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും അതേപോലെ തന്നെ SSB, IAS, PSC എന്നിവയ്ക്കുള്ള കോച്ചിങ്ങും മാവേലിക്കരയിൽ സംഘടിപ്പിക്കും. ചേച്ചി ഒരു ജൂഡോ നാഷണൽ പ്ലെയർ ആണല്ലോ, അതുപോലെ തന്നെ ഒരുപാട് മെഡലുകളും കരസ്ഥമാക്കിയപ്പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ മാവേലിക്കരയിൽ സ്പോർട്സ് മേഖലയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പോലും ഡ്രില്ലിൻ്റെ അവർ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് മാത്സിനോ ഫിസിക്സിനോ ഒക്കെ വേണ്ടി മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കായിക താരങ്ങൾ അവർ വളർന്നു വരികയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അവർക്കുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള മുന്നോട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനോ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആവശ്യമായ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സോ അതേപോലെ സിന്തറ്റിക് ട്രാക്കുകൾ പോലെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചിക്ക് അറിയാലോ, മാവേലിക്കര ഒരിക്കൽ വലിയൊരു കൃഷി പ്രദേശമായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് വയലുകൾ കൃഷിയില്ലാതെ കിടക്കുന്നതായി കാണുന്നു. അപ്പം ചേച്ചിക്ക് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഓണാട്ടുകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമായിരുന്നു കൃഷി എന്ന് പറയുന്നത്. എന്നാൽ ഈ കൃഷി ചെയ്ത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണം തന്നെയാണ്. കാട്ടുപന്നികൾ പോലെയുള്ള വന്യജീവികൾ നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല എന്നത്. ഇതിൽ ഇടപെടേണ്ട ഹോർട്ടികോർപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, അതുപോലെ തന്നെ മാവേലിക്കരയിലെ ആരോഗ്യ മേഖലയിലെ വികസനത്തെ പറ്റിയുള്ള ചേച്ചിയുടെ കാഴ്ചപ്പാട് എന്താണ്? മാവേലിക്കരയുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമുക്ക് ജില്ലാ ആശുപത്രിയുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ലെപ്രസി സാനിറ്റോറിയമുണ്ട്, വിവിധ PH സെൻറ്ററുകളുണ്ട്. ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മാവേലിക്കരയിലുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ മാവേലിക്കരയിലെ ആരോഗ്യ മേഖലയുടെ വികസനം എന്ന് പറഞ്ഞ് നടന്നതെല്ലാം വലിയ കൊള്ളകളാണ്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടന്നു. അത് മതിയായ നേഴ്സുമാരോ അല്ലെങ്കിൽ മതിയായ ഡോക്ടർമാരോ എക്യുപ്മെൻറ്റ്സോ ഒന്നുമില്ലാതെ ഒരു പ്രഹസനം എന്ന രീതിയിലാണ് അവിടെ ഒരു ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അവിടേക്ക് പാവങ്ങളായിട്ടുള്ള രോഗികൾ എത്തുമ്പോൾ റെഫർ ചെയ്യാൻ മാത്രമായിട്ടുള്ള സംവിധാനമായിട്ടാണ് ഈ ജില്ലാ ആശുപത്രി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതേപോലെ അവിടുത്തെ അന്തേവാസികൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെയില്ല. അവരുടെ പേരിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ കൊള്ളയാണ്. അതേപോലെ നമ്മുടെ മാവേലിക്കരയിലെ PH സെൻറ്ററുകൾ ഇതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ നമ്മുടെ ആരോഗ്യ മേഖല അത് സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. റെഡിറ്റ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്ത് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് ആ വിദ്യാഭ്യാസം ഉപയോഗിച്ച് അവൻ്റെ ജീവിത വിജയം കണ്ടെത്താനോ ഒരു തൊഴിൽ കണ്ടെത്താനോ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിന് കാരണമെന്ന് പറയുന്നത് ചെറിയ കമ്പനികൾ തൊട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ വരെ അവരുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളായി ഉപയോഗിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾക്കപ്പുറം സ്കില്ല് കൂടി നോക്കിയിട്ടാണ് അവർ ആളുകളെ അവരുടെ കമ്പനികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഈ സ്കില്ല് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് മറ്റൊരു കാരണമാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ചിലർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പോലെയോ ഇല്ല എന്തിനും ഏതിനും നമ്മുടെ ഗോവിന്ദമാഷി പറയുന്നോട്ട് AI കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. AIയുടെ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. അപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മാവേലിക്കരയുടെ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ്.